ഇപ്പൊ നിങ്ങൾ ഒരു മാത്സ് ടീച്ചർ ആണെന്ന് വിചാരിക്കുക. ഇനി ഈ ക്ലാസ്സിൽ 0 റോൾ നമ്പറിൽ തുടങ്ങുന്ന ഏതെങ്കിലും കുട്ടിയുണ്ടോ? ഇനി നിങ്ങളൊരു 9th ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു സോഷ്യൽ സ്റ്റഡീസിന്റെ ടീച്ചർ ആണെങ്കിലോ? ഇതിൽ കുറെ ലൈൻസ് ഒക്കെ ഉണ്ടല്ലോ. പുതിയ ടീച്ചർമാർ ആദ്യമായി സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോ അവിടെ ഉണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. അപ്പോ നിങ്ങൾ പുതിയ ടീച്ചർമാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് പറയാം. ഒന്നാമത്തേത് പേഴ്സണാലിറ്റി. നിങ്ങളൊരു പ്രൈവറ്റ് സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന ടീച്ചർ ആണെങ്കിൽ നിങ്ങളുടെ അപ്പിയറൻസ്, ലുക്ക്, അതുപോലെ ഡ്രസ്സിംഗ് സെൻസ്, പിന്നെ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ, വേ ഓഫ് എക്സ്പ്രഷൻ, ഇതിനേക്കാളും പ്രധാനമാണ് നിങ്ങളും കുട്ടികളും തമ്മിലുള്ള ബന്ധം, അതുപോലെ നിങ്ങളും നിങ്ങളുടെ സഹപ്രവർത്തകരും തമ്മിലുള്ള ബന്ധം. ഏറ്റവും അവസാനം വരുന്നതാണ് കണ്ടന്റ് നോളജ്. എനിക്കറിയാം നിങ്ങൾ പുതിയ ടീച്ചർമാർ കണ്ടന്റ് നോളജിന്റെ കാര്യത്തിൽ ഒട്ടും പിറകിലല്ല എന്ന്. കാരണം എല്ലാ എക്സാമിലും നല്ല മാർക്ക് വാങ്ങി പഠിച്ച് പാസ്സായ ആളുകളാണ് നിങ്ങൾ. പക്ഷേ പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ചാല്, നിങ്ങൾ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരാളെ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോഴാണ് പ്രശ്നം വരുന്നത്. അതായത് വേറൊന്നുമല്ല, നിങ്ങൾ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് പേഷ്യൻസ്, ക്ഷമ. പിന്നെ ആദ്യമായി നിങ്ങൾ ക്ലാസ് എടുക്കാൻ തുടങ്ങുമ്പോൾ ഒരിക്കലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക് തുടങ്ങാൻ വേണ്ടി പാടില്ല. നിങ്ങൾ ചെയ്യേണ്ടത് കുട്ടികളുടെ പ്രീവിയസ് നോളജ് കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഇൻട്രൊഡക്ടറി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾ ഒരു മാത്സ് ടീച്ചർ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ചെറിയ കുട്ടികളെയാണ് പഠിപ്പിക്കേണ്ടത് എന്നും വിചാരിക്കുക. അപ്പൊ മാത്സ് ടീച്ചറായ നിങ്ങൾക്ക് അറിയണം കുട്ടികൾക്ക് ഹോൾ നമ്പേഴ്സ് എന്താണെന്ന് അറിയോ, അതുപോലെ നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്ന് അറിയോ എന്ന്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ടീച്ചർ കുട്ടിയോട് ഡയറക്റ്റ് വാട്ട് ഈസ് ഹോൾ നമ്പേഴ്സ്, വാട്ട് ഈസ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് ചോദിക്കുകയാണോ വേണ്ടത്? പക്ഷെ കുട്ടികൾക്ക് അത് മുൻപ് പഠിപ്പിച്ചത് അത്രയ്ക്കൊന്നും ശരിക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ പിന്നെ അവർ അതിന് ആൻസർ പറയാനും സാധ്യതയില്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്താണ് ചോദിക്കേണ്ടത് കുട്ടികളോട്? അതായത് കുട്ടികളെ, ഈ നമ്പർ കൗണ്ടിങ് എവിടുന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പിന്നെ ഈ ക്ലാസ്സിൽ ആരാണ് ഫസ്റ്റ് റോൾ നമ്പർ ഉള്ള കുട്ടി ഏതാണ്? പിന്നെ നിങ്ങൾ ടീച്ചർമാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് 1 to 10 റോൾ നമ്പറുള്ള കുട്ടികളെ ജസ്റ്റ് ഒന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തുക. ഇനി ഈ ക്ലാസ്സിൽ 0 റോൾ നമ്പറിൽ തുടങ്ങുന്ന ഏതെങ്കിലും കുട്ടിയുണ്ടോ? 0 റോൾ നമ്പർ ആർക്കെങ്കിലും ഉണ്ടോ? അപ്പൊ കുട്ടികൾ ഇല്ല ടീച്ചറെ എന്ന് പറയും. അപ്പൊ പിന്നെ ഈ 0 എന്താണ്? നമ്മൾ എഴുതുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ 0 ഇൻക്ലൂഡ് ചെയ്യാറുണ്ടല്ലോ. പിന്നെന്താ 0 റോൾ നമ്പറിൽ ഉൾപ്പെടുത്താത്തത്? നിങ്ങൾ ടീച്ചർമാര് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിലൂടെ കുട്ടികളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇവിടെയാണ് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുമായിട്ട് കണക്ട് ആവുന്നത്. കാരണം ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ കുട്ടികളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കുട്ടികൾക്കുണ്ടല്ലോ, എന്തുകൊണ്ടാണ് 0യെ ഈ റോൾ നമ്പറിൽ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുന്നത് എന്നത് അറിയാനുള്ള ഒരു ആകാംക്ഷയും ഈ കുട്ടികളിൽ ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ ക്ലാസ്സിൽ ഉണ്ടാക്കേണ്ടത്. അപ്പൊ നിങ്ങളൊരു മാത്സ് ടീച്ചർ ആണല്ലോ. അപ്പൊ നിങ്ങൾ ഈ 0നെ കുറിച്ചും അതുപോലെ ഹോൾ നമ്പേഴ്സിനെ കുറിച്ചും നാച്ചുറൽ നമ്പേഴ്സിനെ കുറിച്ചും ഒക്കെ കുട്ടികൾക്ക് ഇനി പറഞ്ഞു കൊടുക്കുക. ഇനി നിങ്ങളൊരു 9th ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു സോഷ്യൽ സ്റ്റഡീസിന്റെ ടീച്ചർ ആണെങ്കിലോ? നമുക്ക് നോക്കാം. ഇതുപോലൊരു ഗ്ലോബ് കാണിച്ചിട്ട് കുട്ടികളോട് ഇത് എന്താണെന്ന് ചോദിക്കുക. കുട്ടികൾ ഗ്ലോബ് എന്ന് പറയും. പിന്നെ നിങ്ങൾ ടീച്ചർമാര് ഈ ഗ്ലോബ് കാണിച്ചിട്ട് ഇതിൽ കുറെ ലൈൻസ് ഒക്കെ ഉണ്ടല്ലോ എന്ന് കുട്ടികളോട് പറയാം. അതിനുശേഷം നിങ്ങൾ കുട്ടികളോട് ചോദിക്കുക, കുട്ടികളെ, നമ്മൾ ഈ ഭൂമിയിൽ എവിടെയാണ് ജീവിക്കുന്നത്? ഇതിന്റെ ഉള്ളിലാണോ നമ്മൾ ജീവിക്കുന്നത്? ഇവിടെ കുട്ടികൾ കൺഫ്യൂസ്ഡ് ആകും. നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്കും ഇതുപോലുള്ള സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ ഭൂമിയുടെ ഉള്ളിലാണോ താമസിക്കുന്നത്, പുറത്താണോ താമസിക്കുന്നത്? അപ്പൊ നമ്മൾ എന്താ പിന്നെ അവിടുന്ന് വീഴാത്തത്? ഇനി അഥവാ ജീവിക്കുന്നത് ഭൂമിയുടെ ഉള്ളിലാണെങ്കിൽ അത് ഈ ഭൂമിയുടെ ഉള്ളിൽ എവിടെയാണ് ജീവിക്കുന്നത്? പിന്നെ ഭൂമിയുടെ ഉള്ളിൽ വേറെ എന്തൊക്കെയാ ഉള്ളത്? അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ടീച്ചർമാര് എനിക്കും ഒന്നും അറിയില്ല എന്ന മട്ടില് വെറുതെ ചോദിക്കണം. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്താണ്? ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കുട്ടികളുടെ മുന്നിലേക്ക് ഇടുമ്പോ ഇതൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ അവർക്കും ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞത് ഏതൊരു സബ്ജക്റ്റ് ആയാലും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ആദ്യം തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങാൻ. അപ്പൊ ഇതൊക്കെയാണ് ഫസ്റ്റ് ഡേ പഠിപ്പിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി രണ്ടാമതായിട്ട് പറയാനുള്ള കാര്യം, നിങ്ങൾ ടീച്ചർമാര് നിങ്ങളുടെ ഈഗോ
ഉണ്ടല്ലോ. അപ്പൊ ആ ഈഗോ ഒക്കെ വീട്ടിൽ വെച്ചിട്ട് വേണം സ്കൂളിലേക്ക് പോവാൻ. സ്കൂളിൽ എത്തിയ ഉടനെ മറ്റു ടീച്ചർമാരൊക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് ഹായ് ഹലോ എന്നൊന്നും പറയുമെന്ന് ആരും വിചാരിക്കണ്ട. അങ്ങോട്ട് പോയി തന്നെ പരിചയപ്പെടുക. കഴിയുന്നതും ഓരോ ടീച്ചർമാരെയും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളെ ആ സ്കൂളിലെ ഓൾ റൗണ്ടർ ടീച്ചർ ആവാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ആ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കുക. ഇനി നിങ്ങൾക്ക് ക്ലാസ് ടീച്ചറുടെ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഏതെങ്കിലും ക്ലാസ്സിന്റെ ക്ലാസ് ടീച്ചർ ആയിട്ടുണ്ടെങ്കിൽ അത് ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുക. നിങ്ങളെ ടീച്ചർമാർ എപ്പോഴും ഒരു ഹാപ്പി മൂഡിൽ തന്നെ ക്ലാസ്സിലേക്ക് പോവുക. ഇനിയിപ്പോ നിങ്ങൾ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരാണെങ്കിൽ അത്യാവശ്യം അണിഞ്ഞൊരുങ്ങി തന്നെ സ്കൂളിലേക്ക് പോകുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം കൊച്ചു കുട്ടികൾക്ക് അത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതേസമയം വലിയ കുട്ടികളെയാണ് നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നതെങ്കിൽ അവർക്ക് നിങ്ങളെ കളിയാക്കാൻ അവസരം കൊടുക്കാത്ത രീതിയിലായിരിക്കണം നിങ്ങൾ പോകേണ്ടത്. അതുപോലെ ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾ ക്ലാസ്സിൽ എത്തിയിട്ട് ഒരുപാട് സ്ട്രിക്റ്റ് ആവാനോ അല്ലെങ്കിൽ കുട്ടികളോട് ദേഷ്യപ്പെടാനോ ഒന്നും ശ്രമിക്കരുത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ പുതിയ ടീച്ചർമാർക്ക് ഫസ്റ്റ് ഡേയുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. പിന്നെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.